ആഗ്രഹമുണ്ട്. അത് പാർട്ടി തീരുമാനിക്കണമല്ലോ. ഏതാണ്ട് 20-ാം തീയതിയാവും കോൺഗ്രസിൻ്റെ സീറ്റ് ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ. 15-ാം തീയതിക്ക് മുമ്പായിട്ട് UDFിൻ്റെ ചർച്ചകൾ പൂർത്തീകരിച്ച് 20-ാം തീയതിക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ സീറ്റ് ചർച്ച കടക്കാമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നാണ് നേതൃത്വത്തിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എറണാകുളം ജില്ലയിലെ ഒരു സീറ്റ് കിട്ടിയാൽ മത്സരിക്കാൻ ഞാൻ ഒരുക്കമാണ്. സീറ്റ് കിട്ടാനുള്ള യോഗ്യതയും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. നിർഭാഗ്യം കൊണ്ട് 2 പ്രാവശ്യം പരാജയപ്പെട്ടു പോയ ഒരാളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ UDFും സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകളിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്നോടൊപ്പമുള്ളത് കോൺഗ്രസ് നേതാവ് അജയ് തറയിലാണ്. എറണാകുളം ജില്ലയിൽ ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഈ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? ആഗ്രഹമുണ്ട്. അത് പാർട്ടി തീരുമാനിക്കണമല്ലോ. ഏതാണ്ട് 20-ാം തീയതിയാവും കോൺഗ്രസിൻ്റെ സീറ്റ് ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ. 15-ാം തീയതിക്ക് മുമ്പായിട്ട് UDFിൻ്റെ ചർച്ചകൾ പൂർത്തീകരിച്ച് 20-ാം തീയതിക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ സീറ്റ് ചർച്ച കടക്കാമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നാണ് നേതൃത്വത്തിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എറണാകുളം ജില്ലയിലെ ഒരു സീറ്റ് കിട്ടിയാൽ മത്സരിക്കാൻ ഞാൻ ഒരുക്കമാണ്. സീറ്റ് കിട്ടാനുള്ള യോഗ്യതയും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. നിർഭാഗ്യം കൊണ്ട് 2 പ്രാവശ്യം പരാജയപ്പെട്ടു പോയ ഒരാളാണ്. സീറ്റ് വേണം അല്ലെങ്കിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടുണ്ട്. നേരത്തെ അറിയിച്ചു. അത് ഒരു കത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ എറണാകുളം ജില്ലയിലെ ഏത് സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? അതൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ ആകെ 2-3-4 സീറ്റല്ലേ ഉള്ളൂ. 3 സീറ്റേ ഓപ്പണായിട്ട് സീറ്റുള്ളൂ. അതുകൊണ്ട് ഏത് സീറ്റിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. ഏത് സീറ്റിൽ ഞാൻ സൂറ്റബിൾ കാൻഡിഡേറ്റാണെന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്ക് തോന്നുന്നു ഓപ്പൺ സീറ്റ് എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറ ഒരു ഓപ്പൺ സീറ്റ് കെ ബാബു സിറ്റിംഗ് MLA ഉണ്ടല്ലോ, കെ ബാബു. അദ്ദേഹം ഇത്തവണ ചില ആരോഗ്യ പ്രശ്നം കൊണ്ട് മത്സരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഏത് സീറ്റാണ് ഞാൻ പറയുന്നില്ല. കാരണം പല ആളുകളും അങ്ങനെ പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. എനിക്ക് പാർട്ടി തരുന്ന ഏത് സീറ്റും പാർട്ടി ഇപ്പോൾ പറയുകയാണ് അദ്ദേഹം പോയിട്ട് തലശ്ശേരിയിൽ മത്സരിക്കൂ, കൂത്തൂറും മത്സരിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി മത്സരിക്കും. ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ പലപ്പോഴും ഈ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നോക്കേണ്ടത് പാർട്ടിയാണ്. അതൊക്കെ നോക്കിയേ പാർട്ടി ചെയ്യുള്ളൂ. പാർട്ടി നേതാക്കന്മാരുണ്ട്. മറ്റേ പ്രതിപക്ഷ നേതാവുണ്ട്, KPCC പ്രസിഡന്റുണ്ട്, KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി ഉണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ കുറേ കാലങ്ങളായി വളരെ ഗൗരവത്തിൽ പഠിക്കുന്ന ശ്രീമതി ദീപാദാസ് മുൻഷി ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ബോധ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയരുന്നു. ഈ വിവാദങ്ങൾ ഈ സീറ്റ് ലഭിക്കാൻ തടസ്സമാകുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഭയമുണ്ടോ, ആശങ്കയുണ്ടോ? അല്ല, വിവാദങ്ങളല്ല, സ്വാഭാവികമായിട്ടും ഒരു അതിപ്പോൾ അടുത്തൊരു ദിവസം ഈ ക്വിക്ക് വെരിഫിക്കേഷൻ കഴിയുമ്പോൾ അത് ക്ലിയർ ആവുമല്ലോ. നമ്മളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും. ആ നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി എനിക്ക് പോസിറ്റീവായൊരു അന്തരീക്ഷം വരുമെന്നൊരു വിശ്വാസമാണ് ഇപ്പോൾ. കാരണം നമ്മളാരും അറിയാത്തൊരു കാര്യം, ഇത് വെറുതെ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ ഒരു വിവാദമല്ലേ. വളരെ ബ്യൂട്ടിഫുള്ളായി ചെയ്ത് ഹൈക്കോടതി അംഗീകരിച്ച് എല്ലാ കണക്കും ദേവസ്വം ബോർഡിൽ സബ്മിറ്റ് ചെയ്ത് പൂർണ്ണമായി കൊടുത്തിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ഫലവത്താക്കാൻ പോകുന്നില്ല. എറണാകുളം ജില്ലയിൽ ഏത് സീറ്റിൽ ലഭിച്ചാലും വിജയിക്കാനുള്ള സാധ്യത. എറണാകുളം ജില്ലയിൽ 14 സീറ്റും ഇത്തവണ UDF ജയിക്കും, ഒരു തർക്കവും വേണ്ട. തീർച്ചയായും അത് തന്നെയാണ്. വളരെ വലിയ ആത്മവിശ്വാസമാണ്. എന്തായാലും ഇത്തവണ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ എറണാകുളം ജില്ലയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ക്യാമറമാൻ മനോജിനൊപ്പം സിബി ജോസഫ്, മീഡിയ 1, കൊച്ചി.